പെട്ടെന്ന് വേടേ, സമയം പോണില്ല. ചേട്ടാ, എന്താടേ ഈ സുവർണ ചേട്ടന്റെ വീട് എവിടെ? സുവർണം എന്ന് പറഞ്ഞ ഇവിടെ 2-3 സ്വർണ്ണന്മാരുണ്ട്. അതിൽ ഏതാണ്? തഹസീൽദാർ. തഹസിൽദാർ എന്ന് പറഞ്ഞാൽ മറ്റേ വെള്ളക്കറി പോണ. ആ, വെള്ളക്കാറി പോന്ന്. മക്കളുണ്ടോ? ആ, ഒരു പെങ്കൊച്ചുണ്ട്, ഒരു 10-20 വയസ്സുള്ള. ആ, ഞാൻ ഒരാളെ സഹായിച്ചോണ്ടിരിക്കുന്നു വെച്ചാൽ. സുവർണൻ ചേട്ടനാണ് കാണേണ്ടത്. ഓ നടന്നാണല്ലേ വന്നത്? ഓ നടന്നു വന്ന് ബസ് സ്റ്റോപ്പിന്. നമ്മളൊരു കാര്യം ചെയ്യ്, ഇനി വഴി തെറ്റാൻ പാടില്ലല്ലോ. നേരെ മേലെ പോണം, അവിടെ നിന്ന് വലത്തോട്ട്. ആ, ഞാൻ വന്ന വഴി വലത്തോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു ആലുണ്ടായിരുന്നു, കണ്ടായിരുന്നു, ഒരു വലിയ ആല്. ആ ശരി ശരി. അതിന്റെ മൂട്ടിലൊരു മുറുക്കാൻ കടയുണ്ട്. ആ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു തരും എവിടെയാണ് സുവർണൻ ചേട്ടൻ ഉള്ളത് എന്നുള്ളത്. വന്ന വഴി അങ്ങേരെ കണ്ടാൽ മതിയായിരുന്നല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോ എന്തായാലും നിങ്ങൾ ഒന്നേന്ന് പോയി കൃത്യമായിട്ട് വഴി ചോദിച്ചിട്ട് പോണായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ശരിയേട്ടാ, എന്തായാലും ചേട്ടനെ കണ്ടത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ ഈ വഴി വെച്ചങ്ങ് പിടിച്ചേനെ. ഒക്കെ നമ്മളെ ഉത്തരവാദിത്തങ്ങളല്ലേ. താങ്ക്സ് ചേട്ടാ. ശരി ശരി. A few moments later. നീ ഇത് എവിടെടാ? എനിക്ക് സമയം പോണില്ലടാ. നീ ആ പച്ച പയ്യൻ്റെ ഒരു വീടുണ്ടോടാ? കണ്ട് അതല്ലേടാ സുവർണ ചേട്ടന്റെ വീട്? ബോർഡ് വെച്ചേക്കല്ലേ, തഹസിൽദാർ സുവർണൻ. ഇറങ്ങിയിട്ടാണോടാ നീ എന്നെ അവിടെ വരെ പറഞ്ഞു വിട്ടത്? ഞാൻ ഇയാളുടെ എന്താണ് പറഞ്ഞത്? അവിടെ പോയി ചോദിച്ചാൽ മതി, കറക്റ്റ് ആയിട്ട് വീട് പറഞ്ഞു തരുമെന്ന്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് വന്നില്ലേ, പിന്നെന്താണ് പ്രശ്നം? നിനക്കിത് അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്നെ അവിടെ വരെ പറഞ്ഞു വിടണമായിരുന്നോടാ. ഞാൻ പറയാം, എന്ത്? നമ്മളെന്നിവിടെ ആർക്കും വിശ്വാസമില്ലല്ലോ. ഭൂമിക്ക് ഭാരമില്ലേ?